നമസ്കാരം. മലയാളത്തിലെ ഇപ്പോഴത്തെ പ്രമുഖമായിട്ടുള്ള നിർമ്മാണ കമ്പനികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്നത്. ഇവർക്ക് ആശീർവാദ് സിനിമാസ് എന്ന പേരുള്ള ചില തിയേറ്ററുകളുമുണ്ട്. ഒട്ടനവധി നല്ല സിനിമകളാണ് ആശീർവാദിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുമുള്ളത്. ഇതിൽ ഒട്ടുമിക്ക സിനിമകളിലും മോഹൻലാൽ തന്നെയായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ ഈ ഒരു ആശീർവാദ് സിനിമാസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ, മോഹൻലാൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് പ്രണവം മൂവീസ് ആയിരുന്നു. അതായത് മോഹൻലാലിന്റെ മകന്റെ പേരിലുള്ള നിർമ്മാണ കമ്പനിയായിരുന്നു അത്. എന്നാൽ ഈ ഒരു നിർമ്മാണ കമ്പനിക്ക് മുമ്പ് തന്നെ മോഹൻലാൽ സിനിമ നിർമ്മാണത്തെക്കുറിച്ച് വലിയ രീതിയിൽ പഠിക്കുകയും പിന്നീട് ചെറിയ ചെറിയ സിനിമകൾക്കൊക്കെ അദ്ദേഹം സഹ നിർമ്മാതാവായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാൽ പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുള്ള ചില സിനിമകളെ കുറിച്ച് തന്നെയാണ്. നമ്മൾക്ക് അവ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫിലിം മേക്കേഴ്സ് ആണ് ആന്റണി പെരുമ്പാവൂറും മോഹൻലാലും. ഈ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ പിറന്നിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സൃഷ്ടിച്ച പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്നത്. എന്നാൽ ആശീർവാദുമായി കൈകോർക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ പല മലയാള ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നു. അതിൽ പലതും നിരൂപക പ്രശംസ നേടുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്ത ചിത്രങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് താരം നിർമ്മിച്ച പല ചിത്രങ്ങളും പരാജയപ്പെട്ടു. അതിന്റെ ഫലമായി കാര്യമായ സാമ്പത്തിക നഷ്ടം നടന് നേരിടേണ്ടി വന്നു. സംവിധായകൻ IV ശശിയുടെ 1984 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ, 1985 പുറത്തിറങ്ങിയ കരിമ്പിൻ പൂവിനക്കരെ, സത്യൻ അന്തിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ്, കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം, പ്രിയദർശന്റെ ആര്യൻ എന്ന ചിത്രങ്ങൾ മോഹൻലാൽ സഹനിർമ്മാതാവായിട്ട് നിർമ്മിച്ച ചിത്രങ്ങളായിരുന്നു. ശേഷം സ്വന്തം നിർമ്മാണ കമ്പനിയായ പ്രണവം ആർട്സ് ഇന്റർനാഷണൽ ആരംഭിച്ചു. 9 വർഷത്തിനുള്ളിൽ മോഹൻലാൽ 10 ചിത്രങ്ങൾ നിർമ്മിച്ചു. അവയിൽ മിക്കതും താരത്തിന് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിക്കൊടുത്തവയാണ്. പ്രണവം ആർട്സ് നിർമ്മിച്ച സിനിമകളിലൂടെയാണ് മോഹൻലാൽ മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ നേടിയത്. സിബി മലയിൽ സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ ഭരതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദ്യത്തേതും, ഷാജി N കരുൺ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ കഥകളി കലാകാരന്റെ വേഷം അവതരിപ്പിച്ചതിന് 2ാമത്തെയും പുരസ്കാരം നേടി. ഹിസ് ഹൈനസ് അബ്ദുള്ള, കമലദളം, മിഥുനം, കാലാപാനി, കന്മദം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് പുറമെ പിൻഗാമി, ഹരികൃഷ്ണൻസ്, ഒളിമ്പ്യൻ അന്തോണി ആദം തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. വാനപ്രസ്ഥത്തിന് ശേഷം അദ്ദേഹം ആന്റണി പെരുമ്പാവൂരുമായി ഒന്നിച്ച് സിനിമാ നിർമ്മാണം തുടർന്നു. പ്രണവം ആർട്സിന്റെ മിക്ക സിനിമകളും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും അവയിൽ 2 പരാജയപ്പെട്ടിരുന്നു. കാലാപാനിയും പിൻഗാമിയുമാണ് പ്രതീക്ഷിച്ച വിജയം നേടാതെ തകർന്നുപോയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. 1998 ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം 3.8 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം മോഹൻലാലിന് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായി പറയുന്നു. ഒരിക്കൽ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിന്റെ ജീവിതത്തിലെ ഈ ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മോഹൻലാൽ ഒരു സന്യാസിയാകാനും നിർവ്വാണം തേടി ഹിമാലയത്തിലേക്ക് കാൽനടയായി യാത്ര ചെയ്യാനും ആലോചിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പണത്തോടുള്ള ആഗ്രഹം കൊണ്ടാണോ അദ്ദേഹം ഒരു നിർമ്മാതാവായതെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല സിനിമകൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വാനപ്രസ്ഥം നിരവധി അവാർഡുകൾ നേടിയെങ്കിലും നിർമ്മാണ രംഗത്ത് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. കാലക്രമേണ അദ്ദേഹം ഏതാണ്ട് ഒരു തത്വചിന്തകനെ പോലെയാകുന്നത് ഞാൻ കണ്ടു. കൈരളി ടിവിയിൽ ഒരു ടോക്ക് ഷോയിൽ സംസാരിക്കവെയാണ് ശ്രീനിവാസൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഹിമാലയത്തിലേക്ക് താൻ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞതായും ശ്രീനിവാസൻ കുറിച്ചു. എല്ലാം മറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങൾ പണമൊന്നും കൊണ്ടുപോകില്ല. ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ നടക്കും. പിന്നെ എവിടെയെങ്കിലും വിശ്രമിക്കും. ഭക്ഷണത്തിനായി അവിടെയുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക. നമുക്ക് ഹിമാലയം വരെ നടന്ന് ഒരു പൈസ പോലും ഇല്ലാതെ മടങ്ങാം എന്ന് മോഹൻലാൽ പറഞ്ഞതായി അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ആന്റണി പെരുമ്പാവൂറും മോഹൻലാലും കൂടി ചേർന്ന് ആശീർവാദ് സിനിമാസ് രൂപീകരിക്കുകയും ആ നിർമ്മാണ കമ്പനിയുടെ കീഴിൽ ഒട്ടനവധി നല്ല സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ആശീർവാദ് സിനിമാസിന്റെ ഒട്ടനവധി സിനിമകൾ കടന്നു വരാനുണ്ട്.